പ്രാചീന ഭാരതത്തിലെ പ്രമുഖ സർവകലാശാലയായിരുന്ന നളന്ദയുടെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ പാറ്റ്നയ്ക്കടുത്ത്. തക്ഷശില സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത് പാകിസ്ഥാനിലെ റാവൽപിണ്ടിക്ക് സമീപം. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ച്. ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായത് 1835 വില്യം ബെന്റിക്കിന്റെ കാലത്ത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC നിലവിൽ വന്നത് 1953 ഡിസംബർ 28. നയിം താലിം എന്ന വിദ്യാഭ്യാസ ആശയത്തിന്റെ ഉപജ്ഞാതാവ് മഹാത്മാഗാന്ധി. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരമുയർത്താൻ നടപ്പിലാക്കിയ പദ്ധതി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. 6-നും 14-നും മധ്യേ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന 2002 ഭരണഘടനാ ഭേദഗതി 86-ാം ഭരണഘടനാ ഭേദഗതി. വകുപ്പ് 21A. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. വായനാ ദിനം ജൂൺ 19. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല പൂനെയിലെ ശ്രീമതി നാത്തിഭായ് താക്കറെ ഇന്ത്യൻ വിമൻസ് യൂണിവേഴ്സിറ്റി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം 1985. ഐക്യരാഷ്ട്ര സംഘടനയുടെ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോവിൽ. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽപ്പെടുത്തിയത്. വിദേശ ഇന്ത്യക്കാരിൽ നിന്ന് ധനസഹായം ലഭ്യമാക്കി വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ പദ്ധതികൾ രൂപം നൽകാനുള്ളതാണ് ഭാരത് ശിക്ഷാ കോശ്. 2003 ജനുവരി 9 പദ്ധതി തുടങ്ങിയത്. സർവശിക്ഷ അഭിയാൻ പദ്ധതി ആരംഭിച്ചത് 2001. മിഡ് ഡേ മീൽ സ്കീം അഥവാ ഉച്ചഭക്ഷണ പദ്ധതി തുടങ്ങിയത് 1995 ഓഗസ്റ്റ് 15. കേന്ദ്ര സർക്കാരിന്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെയും 5 ഏജൻസികളുടെ സഹായത്തോടെ പ്രാഥമിക വിദ്യാഭ്യാസം ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് ജനശാല പദ്ധതി. 1956 ദേശീയ ബാലഭവൻ സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റു. ഡൽഹിയിലാണ് ആസ്ഥാനം. 5-നും 16-നും പ്രായപരിധിയുള്ള കുട്ടികളുടെ ഉന്നമനമാണ് ബാലഭവന്റെ ലക്ഷ്യം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ ആരംഭിച്ച വിദ്യാഭ്യാസ ചാനൽ ഗ്യാൻ ദർശൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. നളന്ദ സർവകലാശാലയെ ആക്രമിച്ചു നശിപ്പിച്ച ആക്രമണകാരി ബക്തിയാർ ഖിൽജി. പ്രാചീന ഗ്രീസിൽ അക്കാദമി എന്ന പേരിൽ പഠനകേന്ദ്രം തുടങ്ങിയത് പ്ലേറ്റോ. ലൈസിയം അരിസ്റ്റോട്ടിൽ തുടങ്ങിയ പഠനകേന്ദ്രമാണ്. കിൻഡർ ഗാർട്ടൻ എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ സ്ഥാപകൻ ജർമ്മൻകാരനായ ഫ്രെഡറിക് പ്രബൽ. 1901 ശാന്തി നികേതനം സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. 1921 ഇത് വിശ്വഭാരതിയായി. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല നിലവിൽ വന്നത് 1857 ജനുവരിയിൽ കൊൽക്കത്തയിൽ. NR സർക്കാർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ IIT സ്ഥാപിതമായത്. IIT എന്ന പേര് നിർദ്ദേശിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. 1950 പശ്ചിമ ബംഗാളിലെ ഖരഗ്പൂരിൽ ആദ്യത്തെ IIT സ്ഥാപിതമായി. അഹമ്മദാബാദിലും കൊൽക്കത്തയിലുമാണ് ആദ്യത്തെ IIMകൾ സ്ഥാപിതമായത് 1961.
കേരളത്തിൽ കോഴിക്കോട്ടാണ് IIM സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് തിരുവനന്തപുരത്ത്. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന IT സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ. മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസഡർ. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. 2004 സെപ്റ്റംബർ 20 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിദ്യയുടെ ഉപഗ്രഹം എന്നും ഇതറിയപ്പെടുന്നു. എഡ്യൂസാറ്റ് മുഖേന കേരളത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് വിക്ടേഴ്സ് പ്രോഗ്രാം, അതായത് വെർച്വൽ ക്ലാസ് റൂം ടെക്നോളജി ഓൺ എഡ്യൂസാറ്റ് ഫോർ റൂറൽ സ്കൂൾസ്. വിദ്യാഭ്യാസം. പ്രാചീന ഭാരതത്തിലെ പ്രമുഖ സർവകലാശാലയായിരുന്ന നളന്ദയുടെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ പാറ്റ്നയ്ക്കടുത്ത്. തക്ഷശില സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത് പാകിസ്ഥാനിലെ റാവൽപിണ്ടിക്ക് സമീപം. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ച്. ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായത് 1835 വില്യം ബെന്റിക്കിന്റെ കാലത്ത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC നിലവിൽ വന്നത് 1953 ഡിസംബർ 28. നയിം താലിം എന്ന വിദ്യാഭ്യാസ ആശയത്തിന്റെ ഉപജ്ഞാതാവ് മഹാത്മാഗാന്ധി. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരമുയർത്താൻ നടപ്പിലാക്കിയ പദ്ധതി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. 6-നും 14-നും മധ്യേ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന 2002 ഭരണഘടനാ ഭേദഗതി 86-ാം ഭരണഘടനാ ഭേദഗതി. വകുപ്പ് 21A. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. വായനാ ദിനം ജൂൺ 19. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല പൂനെയിലെ ശ്രീമതി നാത്തിഭായ് താക്കറെ ഇന്ത്യൻ വിമൻസ് യൂണിവേഴ്സിറ്റി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷം 1985. ഐക്യരാഷ്ട്ര സംഘടനയുടെ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോവിൽ. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽപ്പെടുത്തിയത്. വിദേശ ഇന്ത്യക്കാരിൽ നിന്ന് ധനസഹായം ലഭ്യമാക്കി വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ പദ്ധതികൾ രൂപം നൽകാനുള്ളതാണ് ഭാരത് ശിക്ഷാ കോശ്. 2003 ജനുവരി 9 പദ്ധതി തുടങ്ങിയത്. സർവശിക്ഷ അഭിയാൻ പദ്ധതി ആരംഭിച്ചത് 2001. മിഡ് ഡേ മീൽ സ്കീം അഥവാ ഉച്ചഭക്ഷണ പദ്ധതി തുടങ്ങിയത് 1995 ഓഗസ്റ്റ് 15. കേന്ദ്ര സർക്കാരിന്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെയും 5 ഏജൻസികളുടെ സഹായത്തോടെ പ്രാഥമിക വിദ്യാഭ്യാസം ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് ജനശാല പദ്ധതി. 1956 ദേശീയ ബാലഭവൻ സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റു. ഡൽഹിയിലാണ് ആസ്ഥാനം. 5-നും 16-നും പ്രായപരിധിയുള്ള കുട്ടികളുടെ ഉന്നമനമാണ് ബാലഭവന്റെ ലക്ഷ്യം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ ആരംഭിച്ച വിദ്യാഭ്യാസ ചാനൽ ഗ്യാൻ ദർശൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. നളന്ദ സർവകലാശാലയെ ആക്രമിച്ചു നശിപ്പിച്ച ആക്രമണകാരി ബക്തിയാർ ഖിൽജി. പ്രാചീന ഗ്രീസിൽ അക്കാദമി എന്ന പേരിൽ പഠനകേന്ദ്രം തുടങ്ങിയത് പ്ലേറ്റോ. ലൈസിയം അരിസ്റ്റോട്ടിൽ തുടങ്ങിയ പഠനകേന്ദ്രമാണ്. കിൻഡർ ഗാർട്ടൻ എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ സ്ഥാപകൻ ജർമ്മൻകാരനായ ഫ്രെഡറിക് പ്രബൽ.
1901 ശാന്തി നികേതനം സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. 1921 ഇത് വിശ്വഭാരതിയായി. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല നിലവിൽ വന്നത് 1857 ജനുവരിയിൽ കൊൽക്കത്തയിൽ. NR സർക്കാർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ IIT സ്ഥാപിതമായത്. IIT എന്ന പേര് നിർദ്ദേശിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. 1950 പശ്ചിമ ബംഗാളിലെ ഖരഗ്പൂരിൽ ആദ്യത്തെ IIT സ്ഥാപിതമായി. അഹമ്മദാബാദിലും കൊൽക്കത്തയിലുമാണ് ആദ്യത്തെ IIMകൾ സ്ഥാപിതമായത് 1961. കേരളത്തിൽ കോഴിക്കോട്ടാണ് IIM സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് തിരുവനന്തപുരത്ത്. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന IT സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ. മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസഡർ. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. 2004 സെപ്റ്റംബർ 20 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിദ്യയുടെ ഉപഗ്രഹം എന്നും ഇതറിയപ്പെടുന്നു. എഡ്യൂസാറ്റ് മുഖേന കേരളത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് വിക്ടേഴ്സ് പ്രോഗ്രാം, അതായത് വെർച്വൽ ക്ലാസ് റൂം ടെക്നോളജി ഓൺ എഡ്യൂസാറ്റ് ഫോർ റൂറൽ സ്കൂൾസ്. ഭാഷകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ള ഭാഷ തമിഴ്. ദ്രാവിഡ ഭാഷകളിൽ അവസാനം രൂപപ്പെട്ട ഭാഷ മലയാളം. ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷ ഹിന്ദി. ഇന്ത്യയിൽ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളുടെ എണ്ണം 22. വലത്ത് നിന്ന് ഇടത്തേക്ക് എഴുതുന്ന രീതി പുലർത്തിയിരുന്ന പ്രാചീന ലിപിയാണ് ഖരോഷ്ടി. പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷയായ ഉറുദുവാണ് ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെട്ടത്. ദിവോഹി മാലദ്വീപിലെ ഔദ്യോഗിക ഭാഷയാണ്. എസ്പെരാൻഡ എന്നത് ഒരു കൃത്രിമ ഭാഷയുടെ പേരാണ്. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ മാൻഡാരിൻ. മലയാളവും സംസ്കൃതവും കലർന്ന ഭാഷ മണിപ്രവാളം. ലിപി ഇല്ലാത്ത ഭാഷ കൊങ്കിണി, തുളു. ഗുരുമുഖി ലിപി പഞ്ചാബി ഭാഷയുടേതാണ്. ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷകൾ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്. ഗൗഡ സരസ്വത ബ്രാഹ്മണരുടെ മാതൃഭാഷ കൊങ്കിണി. ഭാരതത്തിലെ ഏറ്റവും പ്രാചീന ലിപി ബ്രാഹ്മി. പട്ടാള ക്യാമ്പുകളിലെയും രാജ്യസദസ്സുകളിലെയും ഭാഷ എന്നറിയപ്പെട്ടത് ഉറുദു. സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിച്ച ലിപി ആര്യ എഴുത്ത്. മാപ്പിള സാഹിത്യത്തിലെ ഭാഷ അറബി മലയാളം. അമീർ ഖുസ്രു എന്ന പണ്ഡിതൻ ആണ് ഉറുദു ഭാഷയുടെ പിതാവ്. മീതൈ എന്ന് അറിയപ്പെടുന്ന ഭാഷ മണിപ്പൂരി. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക്. സംസ്കൃതം, തമിഴ് എന്നിവയാണ് ഇന്ത്യയിലെ ക്ലാസിക് ഭാഷകൾ. ഖാസി, ഗാരോ ഭാഷകൾ സംസാരിക്കുന്നത് മേഘാലയയിൽ. ഇന്ത്യയിൽ ഫ്രഞ്ച് പ്രചാരത്തിലുള്ളത് പുതുച്ചേരിയിൽ. സംസ്കൃത ഭാഷ സംസാരിക്കുന്ന കർണാടകത്തിലെ ഗ്രാമമാണ് മാത്തൂർ. ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ 17 ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കര, വ്യോമ, നാവികസേന. ഇന്ത്യൻ കരസേനാ ദിനം ജനുവരി 15. ഇന്ത്യൻ കരസേനയുടെ അവസാനത്തെ ബ്രിട്ടീഷുകാരനായ ജനറൽ സർ ഫ്രാൻസിസ് റോബർട്ട് റോയ് ബൂച്ചർ. ഇന്ത്യൻ കരസേനയുടെ ഇന്ത്യക്കാരനായ ആദ്യ ജനറൽ ഫീൽഡ് മാർഷൽ KM കരിയപ്പ. ഇന്ത്യൻ കരസേനയിലെ ഏറ്റവും ഉയർന്ന റാങ്ക് ജനറൽ. ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച പ്രധാന ടാങ്ക് അർജുൻ. ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിംഗ് സിസ്റ്റം പിനാക.
ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ടാങ്ക്? വൈജയന്ത. ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടിയുള്ള യുദ്ധ ടാങ്കുകൾ നിർമ്മിക്കുന്നത് മദ്രാസിലെ ആവടിയിലുള്ള ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിൽ. നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂൺ. ഇന്ത്യൻ എയർഫോഴ്സ് രൂപവത്കരിക്കപ്പെട്ട വർഷം 1932. എയർഫോഴ്സ് ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 8. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആപ്തവാക്യം ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം തേജസ്. ഇന്ത്യൻ എയർഫോഴ്സിൽ വജ്ര എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം മിറാഷ് 2000. അഭ്യാസ പ്രകടനങ്ങൾക്കായി ഇന്ത്യൻ എയർഫോഴ്സിലുള്ള പ്രത്യേക വിഭാഗം സൂര്യകിരൺ ടീം. ഇന്ത്യ ഇസ്രയേലിൽ നിന്ന് വാങ്ങിയ വ്യോമ പ്രതിരോധ റഡാർ ഗ്രീൻ പെൻ റഡാർ. ഇന്ത്യൻ നാവിക സേന രൂപവത്കരിച്ചത് 1934. ഇന്ത്യൻ നാവിക സേനാ ദിനം ഡിസംബർ 4. ഇന്ത്യൻ നാവിക സേനയുടെ ആപ്തവാക്യം ഷാനോ വരുണ. ഇന്ത്യൻ നാവിക സേനയുടെ പ്രധാന വിമാനവാഹിനി കപ്പൽ INS വിരാട്. ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ സാഗരിക. ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്നത് എവിടെ? കൊച്ചി ഷിപ്പ്യാർഡിൽ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അന്തർവാഹിനി INS ശൽക്കി. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലുതും ആധുനികവുമായ യുദ്ധക്കപ്പൽ INS ഡൽഹി. ശ്രീലങ്കയിൽ സുനാമി ബാധിതരെ സഹായിക്കാനായി ഇന്ത്യൻ നേവി നടത്തിയ ഓപ്പറേഷൻ റെയിൻബോ. ഇന്തോനേഷ്യയിൽ ഇന്ത്യൻ നേവി നടത്തിയ സുനാമി ദുരിതാശ്വാസ പ്രവർത്തനം ഓപ്പറേഷൻ ഗംഭീർ. ലോക പര്യടനം നടത്തിയ ഇന്ത്യൻ നേവിയുടെ പരിശീലന കപ്പൽ INS തരംഗിണി. ഇന്ത്യൻ സായുധ സേനയുടെ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ സ്റ്റേഷൻ തജിക്കിസ്ഥാനിൽ. ഇന്ത്യയിൽ ആദ്യമായി കന്റോൺമെന്റുകൾ സ്ഥാപിച്ചത് 1765 റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയത് 1974 മെയ് 18. ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ പൊക്രാനിൽ. ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യ രണ്ടാമതായി അണുവിസ്ഫോടനം നടത്തിയത് 1998 മെയ് 11, 13 തീയതികളിൽ. ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നത് 1948. ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ H.J. ബാബ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജാ രാമണ്ണ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര. 1957 സ്ഥാപിതമായ ഭാമ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ട്രോംബെയിൽ. ഇന്ദിരാഗാന്ധി അറ്റോമിക ഗവേഷണ കേന്ദ്രം തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പൈലറ്റില്ലാത്ത നിരീക്ഷണ വിമാനങ്ങൾ ഏതൊക്കെ? ലക്ഷ്യ, നിശാന്ത്. ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവ് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച ശബ്ദാതിവേഗ കപ്പൽ വേധ മിസൈലാണ് ബ്രഹ്മോസ്. ബ്രഹ്മപുത്ര, മോസ്കോവ നദികളുടെ പേരുകൾ കൂട്ടിച്ചേർത്താണ് ഈ മിസൈലിന് പേർ നൽകിയിരിക്കുന്നത്. കേരളത്തിലെ കണ്ടോൺമെന്റ്
എവിടെയാണ്? കണ്ണൂരിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗം ഏത്? CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ അർദ്ധ സൈനിക വിഭാഗം ഏത്? ആസാം റൈഫിൾസ്. കാച്ചാർ ലെവി എന്നു തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത്? ആസാം റൈഫിൾസ്. കാച്ചാർ ലെവി സ്ഥാപിതമായത് എന്ന്? 1835. ആസാം റൈഫിൾസിന് ആ പേര് ലഭിച്ചത് എന്ന്? 1917. വടക്ക് കിഴക്കിന്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ആര്? ആസാം റൈഫിൾസ്. 1959 ഇന്ത്യയിലേക്ക് കടക്കാൻ ദലൈലാമയെ സഹായിച്ച അർദ്ധ സൈനിക വിഭാഗം ഏത്? ആസാം റൈഫിൾസ്. വനിതാ ബറ്റാലിയൻ നിലവിൽ വന്ന ആദ്യത്തെ അർദ്ധ സൈനിക വിഭാഗം ഏത്? CRPF. വ്യവസായ സ്ഥാപനങ്ങൾ, തന്ത്രപ്രധാന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളുടെ സംരക്ഷണ ചുമതല ആർക്കാണ്? CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. താജ്മഹലിന്റെ സംരക്ഷണ ചുമതല ആർക്കാണ്? CISF. ഡ്യൂട്ടി അപ് ടു ഡെത്ത് ഏത് സേനാ വിഭാഗത്തിന്റെ ആപ്തവാക്യമാണ്? BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഗ്രീൻ ഫോഴ്സ് എന്ന അനുബന്ധ ഘടകമുള്ളത് ആർക്കാണ്? CRPF. കരിമ്പൂച്ചകൾ അതായത് ബ്ലാക്ക് കാറ്റ്സ് എന്നറിയപ്പെടുന്ന അർദ്ധ സൈനിക വിഭാഗം ഏത്? നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, NS. രഹസ്യ അന്വേഷണ ഏജൻസികൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന അന്വേഷണ ഏജൻസിയാണ് CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നതാണ് CBIയുടെ മുഴുവൻ രൂപം. CBIയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടനയാണ് സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ്. 1941 സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് നിലവിൽ വന്നത്. CBI സ്ഥാപിതമായത് 1963 ഏപ്രിൽ 1 കേന്ദ്ര ജീവനക്കാരുടെ അഴിമതി കേസുകളാണ് തുടക്കത്തിൽ CBI കൈകാര്യം ചെയ്തിരുന്നത്. കേരളത്തിൽ CBIയുടെ ഓഫീസ് കൊച്ചിയിലാണ്. ഇന്റർപോളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന അന്വേഷണ ഏജൻസി CBI ആണ്. ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയാണ് RAW, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്നാണ് RAWയുടെ മുഴുവൻ രൂപം. 1968 RAW സ്ഥാപിതമായത്. അമേരിക്കൻ ചാരസംഘടനയായ CIA-യുടെ മാതൃകയിലാണ് RAWയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇന്റലിജൻസ് ബ്യൂറോ. 1947 ഇന്റലിജൻസ് ബ്യൂറോ നിലവിൽ വന്നത്. മനുഷ്യാവകാശം. ആധുനിക കാലഘട്ടത്തിലെ പ്രഥമ മനുഷ്യാവകാശ പ്രമാണമായി അറിയപ്പെടുന്നത് 1215 മാഗ്ന കാർട്ടയാണ്. ഇംഗ്ലണ്ടിലെ ജോൺ രാജാവാണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച ഭരണാധികാരി. ഐക്യരാഷ്ട്രസഭ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചത് 1948 ഡിസംബർ 10. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. രംഗനാഥ മിശ്രയായിരുന്നു ആദ്യത്തെ ചെയർമാൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച ആളാവണം എന്ന വ്യവസ്ഥയുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യൻ പ്രസിഡന്റാണ് ചെയർമാനെ നിയമിക്കുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998 ഡിസംബർ 11 നിലവിൽ വന്നു. ജസ്റ്റിസ് AM പരീദ് പിള്ളയായിരുന്നു ആദ്യത്തെ ചെയർമാൻ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഇരുന്നയാളാവണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന വ്യവസ്ഥയുണ്ട്. ചെയർമാനെ നിയമിക്കുന്നത് ഗവർണർ. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ജയന്തി പട്നായിക് ആയിരുന്നു ആദ്യത്തെ ചെയർപേഴ്സൺ.
1996 മാർച്ച് 14-നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. സുഗതകുമാരിയായിരുന്നു ആദ്യത്തെ ചെയർപേഴ്സൺ. ഇന്ത്യയിൽ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം പഞ്ചാബ്. എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ ബചത്ത് ജില്ല എറണാകുളം. ഗരീബി ഘട്ടാവോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം തുടങ്ങിയത് 1952-ൽ. ശ്രീനികേതൻ പരീക്ഷണത്തിന്റെ ഉപജ്ഞാതാവ് രവീന്ദ്രനാഥ ടാഗോർ. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ കുടുംബശ്രീ കേരളത്തിൽ തുടങ്ങിയത് 1998 മെയ് 17-ന്. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പദ്ധതി കേരള ശ്രീ. ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ച മന്ത്രി എം.എൻ. ഗോവിന്ദൻ നായർ. തൊഴിലാളികളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് കേരള കർഷക തൊഴിലാളി നിയമം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 സെപ്റ്റംബർ 7. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2006 ഫെബ്രുവരി 2-ന് ആന്ധ്രാപ്രദേശിൽ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേർ എന്ത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ബാങ്കുകൾ. 1770-ൽ സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. കൊൽക്കത്തയിലാണ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. തീർത്തും തദ്ദേശീയമായ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. 1926-ലെ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1935-ലാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നത്. ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1-ന്. 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കുന്നത് റിസർവ് ബാങ്കാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ്. ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ സാമ്പത്തിക കാര്യങ്ങൾ റിസർവ് ബാങ്ക് കൈകാര്യം ചെയ്യുന്നില്ല. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്. ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി.ഡി. ദേശ്മുഖ്. ഇന്ത്യയിലെ കറൻസി നോട്ടുകളിൽ 17 ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് 1921-ൽ സ്ഥാപിതമായ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇംപീരിയൽ ബാങ്കിനെ ഭാരത സർക്കാർ ഏറ്റെടുത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് നാമകരണം ചെയ്തത് 1955 ജൂലൈ 1-ന്. ഇന്ത്യയിൽ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1969 ജൂലൈ 19-നാണ്. നിക്ഷേപം 50 കോടി രൂപയിലധികമുള്ള 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം 1980 ഏപ്രിൽ 15-നായിരുന്നു. 200 കോടിയിലേറെ നിക്ഷേപമുള്ള 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 2 ഘട്ടങ്ങളിലായി 20 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇക്കാലയളവുകളിലെ പ്രധാനമന്ത്രി. പുതിയ സ്വകാര്യ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയത് നരസിംഹം കമ്മിറ്റി. 1994-ലെ പാർലമെന്റ് പ്രമേയ പ്രകാരം നിലവിൽ വന്ന രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് UTI ബാങ്ക്. നിലവിൽ UTIയുടെ പേർ ആക്സിസ് എന്നാക്കി. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാണിജ്യ ബാങ്ക് ICICI ബാങ്ക്. ഇതൊരു സ്വകാര്യ ബാങ്കാണ്. മുഴുവൻ വായ്പാ സമ്പ്രദായങ്ങളുടെയും നിയന്ത്രക എന്ന് അറിയപ്പെടുന്നത് നബാർഡ് ആണ്. 1982 ജൂലൈ 12-ന് നിലവിൽ വന്നു. ആസ്ഥാനം മുംബൈ. നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നതാണ് മുഴുവൻ രൂപം. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ദേശീയ ബാങ്കാണ് നബാർഡ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്.
പ്രതിസന്ധിയിലായതിനെ തുടർന്ന് 2003 ഇതിനെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി, അതായത് വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം ഏർപ്പെടുത്തിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ചെറുകിട വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്ന ബാങ്ക് സിഡ്ബി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പൊതുമേഖലാ ബാങ്കാണ് അലഹബാദ് ബാങ്ക്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. 11,000 ശാഖകൾ തികച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ATMന്റെ പൂർണ്ണരൂപം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ATM സ്ഥാപിച്ചത് ദ ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിംഗ് കോർപ്പറേഷനാണ്, അതായത് HSBC. 1987 മുംബൈയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ATM തുറന്നത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് 1992 തിരുവനന്തപുരത്താണ് അവർ ATM തുറന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലാണ്. കൊച്ചിക്കും വൈപ്പിനുമിടയ്ക്ക് സർവീസ് നടത്തുന്ന ഒരു ജങ്കാർ ബോട്ടിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആണ് 2004 ഫെബ്രുവരിയിൽ ഇത് ആരംഭിച്ചത്.